ബംഗളൂരുവിൽ ജ്യൂസ് കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന. അരക്കോടി രൂപയുടെ കഞ്ചാവുമായി പിടിയിലായത് 3 മലയാളികളാണ്. 464 ഗ്രാം ഹൈഡ്രോ കഞ്ചാവാണ് BTM ലേഔട്ടിലെ പരിശോധനയിൽ കണ്ടെത്തിയത്. KB ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, എന്താണ് വിശദാംശങ്ങൾ? ഒരു ജ്യൂസ് കടയുടെ ബംഗളൂരു നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്യൂസ് കടയുടെ മറവിലായിരുന്നു ഇവരുടെ കഞ്ചാവ് വിൽപ്പന എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും രഹസ്യ വിവരത്തെ തുടർന്ന് നാർക്കോട്ടിക്സ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇവർ കുടുങ്ങുന്നത്. ഇവരുടെ BTM ലേഔട്ടിൽ നിന്ന് ഏതാണ്ട് 464 ഗ്രാം ഹൈഡ്രോ കഞ്ചാവ് പിടികൂടി. മുഹമ്മദ് അഫ്രാൻ, മുഹമ്മദ് സാബിത്, ശ്രീനാഥ് എന്നിങ്ങനെ 3 മലയാളികളാണ് പിടിയിലായത്. മല്ലേശ്വരം പോലീസാണ് നാർക്കോട്ടിക്സ് വിഭാഗത്തിന്റെ കൂടെ ഒപ്പം മല്ലേശ്വരം പോലീസ് കൂടി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത്. കേരളത്തിൽ നിന്നുൾപ്പെടെ പ്രതികൾ കഞ്ചാവ് എത്തിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഈ 3 പേരും മടിവാളയ്ക്ക് സമീപത്ത് വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. ഏതായാലും സമീപകാലത്ത് ബംഗളൂരു പോലീസ് നടത്തുന്ന ലഹരി വിരുദ്ധ പരിശോധനകളിൽ പ്രത്യേകിച്ച് ഈ മലയാളികൾ കുടുങ്ങുന്ന ഒരവസ്ഥ, മലയാളികൾ ഇതിന്റെ ഭാഗമാകുന്നത് സമീപകാലത്ത് കൂടി വരുന്നുണ്ട്. ഏതായാലും ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ്, ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നത്. ഈ വലിയ സമീപകാലത്ത് മലയാളികൾ ഉൾപ്പെട്ട ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിലൊന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.